മക്കളെ നമസ്കാരം. ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോണ അക്ഷരം ഘ. ഗണപതിയുടെ ഗ ഗ ഹ. ഘ ഗ ഗ ഹ. ഘ ഉറപ്പിച്ച് പറയണം. ഇത് സോഫ്റ്റായിട്ട് പറയുക, ഇത് ഇത്തിരി സ്ട്രോങ് ആയിട്ട് പറയുക. ഘ ഘ ഇത് എഴുതുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുഭാഗത്തായിട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയ പാ വരക്കുക, അതിനെ ലായാക്കി മാറ്റുക. പായും ലായും ചേർന്ന അക്ഷരമാണ് ഘ. നമുക്ക് പ്രത്യേകിച്ച് വാക്കുകൾ ഇപ്പം കിട്ടൂല കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഘ 3 പ്രാവശ്യം എഴുതണം കേട്ടോ. മേഘം, ഘടികാരം, ഘോഷയാത്ര, സംഘാടകർ, സംഘട്ടനം, ഇങ്ങനെയുള്ള പദങ്ങൾ ഈ ഘായിലാണ് എഴുതി ചേർക്കുന്നത് കേട്ടോ. ഘർഷണം എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ടോ. ടീച്ചർ ഘർഷണത്തിൻ്റെ പരീക്ഷണം കാണിച്ചു തരാം. ടീച്ചർ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്റ്റീൽ പാത്രത്തിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. കണ്ട ഈ കോഴിമുട്ട ഇങ്ങനെ കിടന്നോടണത് കണ്ട. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെയും, ഈ സ്റ്റീൽ പാത്രത്തിൻ്റെയും ഈ മുട്ടയുടെയും ഉപരിതലങ്ങൾ സ്മൂത്താണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു പിടുത്തമില്ല, അതുകൊണ്ടാണ്. ടീച്ചർ ഇതിൽ നിന്ന് കുറച്ച് ഉപ്പ്, ഇതിൽ നിന്ന് ടീച്ചർ കുറച്ച് ഉപ്പെടുത്തിട്ട് ടീച്ചർ ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ടീച്ചർ ഈ മുട്ടേനെ ടീച്ചർ ഇങ്ങനെ വെക്കാൻ പോകണം കേട്ടോ. കണ്ട എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സർഫസിൻ്റെ ഇടയിൽ ഒരു പരിപ്പ് വന്ന് നമ്മുടെ ചെരുപ്പൊക്കെ തേഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ സോൾ ചെയ്യിക്കാറില്ലേ, അതുപോലെ ടയർ, അതൊക്കെ ഈ പ്രവർത്തനമാണ്. എന്താണെന്ന് വെച്ചാൽ ഗ്രിപ്പ് കിട്ടാനായിട്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിൽ ഇത് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് ഇങ്ങനെ ഓടിക്കോളൂ, മുട്ട ഇങ്ങനെ ഓടും. ഇങ്ങനെ വെക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇങ്ങനെ കുന്തം പോലെ വെക്കാനായിട്ടാണ് ഇങ്ങനത്തെ ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ ഘർഷണം എന്താണെന്ന്. ഇംഗ്ലീഷിൽ അതിന് ഫ്രിക്ഷൻ എന്ന് പറയും കേട്ടോ. ഓക്കെ, താങ്ക് യു.